ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മാത്സിഡോ. ഇറ്റ്സ് മീ വിദ്യ. അപ്പൊ നമ്മൾ ഇനി പറയാൻ പോണത് ചാപ്റ്റർ 3 ബിഹൈൻഡ് സെൻസേഷൻ. ഓക്കെ, ഈ ചാപ്റ്ററിന് നമ്മൾ കുറെയൊക്കെ ഒരു 4 മാർക്സ് 3 മാർക്സിനൊക്കെ 1 മാർക്കിനും ഒക്കത്തിനും ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. 4 മാർക്കിൽ നമ്മൾ ഐന്റെ സ്ട്രക്ചർ ഒരുപാട് കണ്ടിരുന്നു. അപ്പൊ ഈ ചാപ്റ്ററിൽ എല്ലാവരും നമ്മളോട് റിക്വസ്റ്റ് ചെയ്തത് ഒരു ഇയറും ഐയും ആയിരുന്നു കൂടുതൽ. മറ്റൊക്കെ നമുക്ക് വായിച്ചു നോക്കിയാലും മനസ്സിലാവും എന്നുള്ള രീതിക്ക് ആയതുകൊണ്ട് വീഡിയോ ലോങ് ആവാതിരിക്കാൻ ഞാൻ ജസ്റ്റ് ഐയും ഇയറും മാത്രമേ നമ്മളിതിൽ പറയുന്നുള്ളൂ. മറ്റേത് പഠിക്കണം. ഏറ്റവും കൂടുതൽ ഞാൻ പ്രീവിയസ് ഇയറിലൊക്കെ കണ്ടൊരു പോർഷൻ ആണ് ഐയും ഇയറും, ഐ പ്രത്യേകിച്ച്. അപ്പൊ നമുക്ക് ഐ എന്താന്ന് ആദ്യം നോക്കാം. ഐന്റെ നമുക്ക് പഠിക്കാനുള്ളത്, അതിന്റെ കുറച്ച് പാർട്സ് ഉണ്ട്. കൺജങ്ക്ടൈവ പറഞ്ഞൊരു ഭാഗമുണ്ട്, ലാക്രിമൽ ഗ്ലാൻസ് ഉണ്ട്. കൺജങ്ക്ടൈവ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ മെംബ്രെയിൻ ദാറ്റ് കവേഴ്സ് ദ ആന്റീരിയർ പാർട്ട് ഓഫ് ദ ഐ ഇൻക്ലൂഡിംഗ് ഐലിഡ്. നമ്മൾ ഐലിഡ് അടക്കം കോർണിയ ഒഴികെ ബാക്കിയുള്ളവരൊക്കെ കവർ ചെയ്യുന്ന ആളാണ് കൺജങ്ക്ടൈവ. കൺജങ്ക്ടിവൈറ്റിസ് അസുഖമല്ലേ, മറ്റേ കണ്ണില് വരുന്ന അസുഖം ഉണ്ടാവുമല്ലോ കൺജങ്ക്ടിവൈറ്റിസ്, അതൊക്കെ ഈ കൺജങ്ക്ടൈവയ്ക്ക് ബാക്ടീരിയൽ വൈറൽ ഇൻഫെക്ഷൻ വരുന്ന. ഓക്കെ, ഈ കൺജങ്ക്ടൈവിന്റെ ഫംഗ്ഷൻ പഠിക്കുക. 1 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെ ചോദിക്കാൻ സാധ്യത. അതുകൊണ്ടാണ് 1 പ്രൊട്ടക്ഷൻ, 2 ഐ മോയിസ്റ്റ് ആൻഡ് നമ്മൾ കണ്ണെപ്പോഴും മോയിസ്റ്റ് ഡ്രൈ ആയ ആശുപത്രി ഡോക്ടർ കാണിക്കേണ്ടി വരും പല ഇതും വന്നിട്ട്. അപ്പൊ ഐ മോയിസ്റ്റ് ആക്കി ലൂബ്രിക്കേറ്റ് ചെയ്ത് വെക്കുന്നതാണ്. പിന്നെ ഡസ്റ്റ്, ജേംസ്, മറ്റ് പാർട്ടിക്കിൾസ് ഒന്നും കണ്ണിൽ വരാതിരിക്കാൻ സഹായിക്കുന്നതും ഇതാണ്. ഡസ്റ്റ്, ജേംസ്, മറ്റ് പാർട്ടിക്കിൾസ് ഒന്നും വരാതിരിക്കാൻ. ഓക്കെ, കണ്ണിന്റെ പുറത്തുള്ള നമുക്ക് നോക്കിയാൽ തന്നെ നമ്മുടെ കണ്ണിന്റെ ഒരു തിളക്കല്ലേ, ഒരു സ്ലൈമി അപ്പിയറൻസ് ഇല്ല ആ ഭാഗം, അതാരാണ്? കൺജങ്ക്ടൈവയാണ്. കൺജങ്ക്ടൈവയ്ക്ക് പ്രശ്നം ഈ മറ്റേ കണ്ണ് സുഖമായിട്ട് വരുമ്പോ കണ്ണൊക്കെ ഭയങ്കര ഡ്രൈ ആവില്ലേ, അത് കൺജങ്ക്ടൈവയ്ക്ക് പ്രശ്നം വരുന്നതാണ്. ലാക്രിമൽ ഗ്ലാൻസ് ആണ് നമ്മൾ കണ്ണുനീർ ഉണ്ടാക്കുന്നത്. ഇവിടെ ഉണ്ടാവും നമുക്ക് 2 ഗ്ലാൻഡ് കണ്ണുനീര് വരുന്നത്, അതാണ് ലാക്രിമൽ ഗ്ലാൻഡ്. ഇതിൽ ലൈസോസൈം ഉണ്ട്. ലൈസോസൈം കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ അറിയാതെ ലൈസോസോം എന്ന് പറഞ്ഞിരുന്നു. ലൈസോസോം ഇവിടെ നമ്മുടെ സെൽ ബോഡിയിലുള്ള ആളാണ് ലൈസോസൈം. ഓക്കെ, സ്ട്രക്ചർ ഓഫ് ഐന്റെ സ്ട്രക്ചർ ദൈവത്തോർക്ക് ഈ ചിത്രം പഠിക്കുക. ഇത് ഒരുപാട് ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഐയും ഇയറിന്റെ പ്രത്യേകത, അതിന്റെ സ്ട്രക്ചർ പഠിക്കാതെ നിങ്ങൾ വേറെ എന്ത് പഠിച്ചിട്ട് കാര്യമല്ല, മനസ്സിലാവില്ല. അതിന്റെ സ്ട്രക്ചർ നന്നായി പഠിക്കുന്നത്. ഏതും ഒരു ABC എന്ന് പറഞ്ഞ് ചോദിക്കാം, നമുക്ക് ഉറപ്പൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് പഠിച്ചു വെക്കാം. ഫസ്റ്റ് വൺ ലെൻസ് ഉണ്ട് നമ്മളെ. പിന്നെ ലെൻസിന്റെ പുറത്തുള്ള പ്യൂപ്പിൾ ഉണ്ട്, ഐറിസ് ഉണ്ട്, കോർണിയത് അവിടെ കിടക്കുന്നു, സീലിയറി മസിൽസ് ഉണ്ട്, വിട്രിയസ് ചേംബർ, എല്ലാത്തിന്റെ പ്രത്യേകത നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. സ്ക്ലീറ, കൊറോയിഡ്, റെറ്റിന, യെല്ലോ സ്പോട്ട്, ഒപ്റ്റിക് നെർവ്, ബ്ലൈൻഡ് സ്പോട്ട് നമുക്ക് പറഞ്ഞാൽ പഠിക്കണ്ട്. അതിൽ നമ്മൾ ഐന്റെ ലെയർ ഔട്ടർ, മിഡിൽ, ഇന്നർ ലെയർ ആയിട്ട് നമ്മൾ ഐനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. മെയിൻ ആയിട്ട് ഔട്ടർ, മിഡിൽ, ഇന്നർ. ഔട്ടറിലുള്ള ആളാണ് സ്ക്ലീറ. ഏറ്റവും പുറത്തുള്ള ആൾ എപ്പോഴും എന്തായിരിക്കും പണി? പ്രൊട്ടക്ഷൻ ആയിരിക്കും, പ്രൊവൈഡ് ഫേംനെസ് ആൻഡ് പ്രൊട്ടക്ഷൻ ടു ഐ. സ്ക്ലീറന്റെ അസോസിയേറ്റഡ് പാർട്ടാണ് കോർണിയൊക്കെ സ്ക്ലീറന്റെ അസോസിയേറ്റഡ് ഔട്ടർ പാർട്ടാണ്. പിന്നെ ദ ട്രാൻസ്പെറന്റ് ആന്റീരിയർ പാർട്ട് ഓഫ് ദ ഐ അലോസ് ലൈറ്റ് ടു എൻ്റർ ദ ഐ. പിന്നെ മിഡിൽ പാർട്ടിലുള്ളതാണ് നമ്മുടെ സീലിയറി മസിൽ, ഐറിസ്, കോൺവെക്സ് ലെൻസ്. സീലിയറി മസിൽ ഉണ്ട് ഇവിടെ, ഐറിസ് ഇത് അവിടെ കിടക്കുന്നു, പിന്നെ നമ്മുടെ ലെൻസ്. ഇത് 3 ആൾക്കാരാണ്. ഇതുമാണ് നമ്മളെ കൊറോയിഡ് അഥവാ മിഡിൽ പാർട്ട്. ഓക്കെ, കൊറോയിഡ്. ആ ഒരു മറ്റുള്ള ഭാഗങ്ങള് സീലിയറി മസിൽ എന്താണ്? മസിൽ നമ്മള് ലെൻസിന്റെ കർവേച്ചർ ഇങ്ങനെ ഇതാവില്ല, അഡ്ജസ്റ്റ് ചെയ്യുന്ന ആളാണ് സീലിയറി മസിൽ. ഐറിസിന് 2 ടൈപ്സ് ഓഫ് മസിൽസ് ഉണ്ട്. പ്യൂപ്പിളിന്റെ സൈസ് റെഗുലേറ്റ് ചെയ്യാൻ, ലൈറ്റിന്റെ ഇന്റൻസിറ്റിക്ക് അനുസരിച്ച് പ്യൂപ്പിളിന്റെ സൈസ് റെഗുലേറ്റ് ചെയ്യാനുള്ള 2 ടൈപ്പ് മസിൽ ഉണ്ട്. പിന്നെ മെലാനിൻ എന്ന് പറഞ്ഞ പിഗ്മെന്റ് ഉണ്ട്. ആ പിഗ്മെന്റിന്റെ കളർ മാറുന്നതിനനുസരിച്ച് നമ്മളെ കണ്ണിന്റെ ഇവിടുത്തെ കളർ മാറും. പല ആൾക്കാർക്കും പല കളറായിരിക്കും അല്ലെ. പിന്നെ റെഗുലേറ്റ് ദ എമൗണ്ട് ഓഫ് ലൈറ്റ്. പിന്നെ നമുക്കൊരു ലെൻസ് ഉണ്ട്, കോൺവെക്സ്. സ്മോൾ റിയൽ ഇൻവേർട്ടഡ് ഇമേജ് റെറ്റിനയിൽ ഉണ്ടാവാൻ, വരാനുള്ള കോൺവെക്സ് ലെൻസ് നമുക്ക് ഉണ്ടാവും. ആ ലെൻസിന് ഓരോ പ്രശ്നം വരുമ്പോഴാണ് നമ്മള് എന്ത് ചെയ്യാ, മറ്റേ കണ്ണട വെക്കേണ്ടി വരും. ഇതേപോലെ കണ്ണട വെക്കേണ്ടി വരും. പിന്നെ അതിന്റെ ഇന്നർ പാർട്ടാണ് റെറ്റിന, ഉള്ളിലുള്ള ഭാഗമാണ് ഇതാ കിടക്കുന്നു റെറ്റിനയിൽ ഫോട്ടോ റിസെപ്റ്റേഴ്സ് ഉണ്ട്, ബൈപോളാർ സെൽ ലെയർ ഉണ്ട്, ഗാംഗ്ലിയോൺ സെൽ ലെയർ ഒക്കെ ഉണ്ട് റെറ്റിനയിൽ നിന്ന് ഓർത്ത് വെക്കാം. മെയിൻ ആയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ എപ്പോഴും കണ്ടിട്ടുള്ളത് ഔട്ടർ പാർട്ടിന്നും കൊറോയിഡ് എന്നാണ്. ഔട്ടർ പാർട്ടിന്റെ കൊറോയിഡിന്റെ ഭാഗങ്ങൾ റെറ്റിന എവിടെയെന്ന് ഓർത്ത് വെക്കുക. പിന്നെ യെല്ലോ സ്പോട്ട് ഉണ്ട് ഇവിടെ, ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ട്, അതെന്താ നമ്മൾ പറയും. ആ സ്ഥലം എവിടെ നോക്കിക്കുക, ഇതാണ് യെല്ലോ സ്പോട്ട്, ഇവിടെയാണ് മറ്റേതാണ് ബ്ലൈൻഡ് സ്പോട്ട് എന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, അപ്പൊ അടുത്ത് നമ്മൾ ഐ ചേംബേഴ്സ് ആൻഡ് ഹ്യൂമേഴ്സ്, അഥവാ നമ്മുടെ ഐയില് വിട്രിയസ് ഹ്യൂമറും ഉണ്ട്, അക്വസ് ഹ്യൂമറും ഉണ്ട്. അക്വസ് ചേംബറും ഉണ്ട്,
വിട്രസ് ചേമ്പറും ഉണ്ട്. അക്വസ് ചേമ്പറിലുള്ളത് അക്വസ് ഹ്യൂമർ, വിട്രസ് ചേമ്പറിലുള്ളത് വിട്രസ് ഹ്യൂമർ. അക്വസ് ചേമ്പർ എന്ന് പറയുന്നത് കോർണിയന്റെയും ലെൻസിന്റെയും ഇടയ്ക്ക് കാണുന്നതാണ് അക്വസ് ചേമ്പർ എന്ന് പറയുന്നത്. അതിന്റെ ഫംഗ്ഷൻ മാത്രം പഠിച്ചു വെക്കാം. ഓക്കെ, അക്വസ് ചേമ്പറില് പിന്നെ നമുക്ക് പറയാനുള്ള അക്വസ് ഹ്യൂമർ ആണ്. അക്വസ് ഹ്യൂമർ എവിടെ അക്വസ് ചേമ്പറിൽ കാണപ്പെടുന്നു പറയാൻ പറ്റും. ഫംഗ്ഷൻ നന്നായി ഓർത്ത് വെക്കുക, പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാം. നമ്മൾ അക്വസ് ചേമ്പറിൽ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാനും പിന്നെ നമ്മൾ കോർണിയക്കും ലെങ്സിനും ഓക്സിജനും ന്യൂട്രിയൻസും കൊടുക്കുന്നത് അക്വസ് ഹ്യൂമർ ആണ്. വിട്രസ് ചേമ്പർ ആണെങ്കിൽ ലെൻസിന്റെ റെറ്റിനന്റെ ഇടയ്ക്കാണ് കാണപ്പെടുക. എന്താണ്, ജെല്ലി ലൈക്ക് ആണ്. പരീക്ഷയ്ക്ക് ചോദിക്കും, വാട്ടർ ലൈക്കും ഉണ്ടായിരിക്കും ജെല്ലി ലൈക്കും തരും. എന്നിട്ട് അത് ആരാന്ന് ചോദിക്കും. അപ്പൊ കൺഫ്യൂഷൻ ആവരുത്. വിട്രിയസ് ഹ്യൂമർ ആണ്, VJ. ഓക്കെ, വിട്രിയസ് ഹ്യൂമർ ആണ് ജെല്ലി ലൈക്ക് എന്നുള്ളത് ഓർത്ത് വെക്കുക. മെയിൻറ്റെയിൻസ് ദ ഷേപ്പ് ഓഫ് ദ ഐബോൾ. നമ്മൾ കണ്ണിന്റെ ഷേപ്പ് മെയിൻറ്റെയിൻ, ഐബോളിന്റെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് വിട്രിയസ് ഹ്യൂമർ ആണ്. ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ട് നമ്മുടെ റെറ്റിനയില്. ഒപ്റ്റിക് ഫൈബേഴ്സ് ഒറിജിനേറ്റ് ചെയ്യുന്ന സ്ഥലമുണ്ട്, അവിടെ നോ വിഷൻ ആണ്. അതുകൊണ്ടാണ് ബ്ലൈൻഡ്, വിഷൻ ഫോം ചെയ്യാത്ത സ്ഥലം. എവിടെ? ഒപ്റ്റിക് നെർവ് റെറ്റിനയിൽ ഒറിജിനേറ്റ് ചെയ്യുന്ന സ്ഥലത്ത് ഫോട്ടോ റിസെപ്റ്റർ സെൽസ് ഇല്ല, നോ വിഷൻ, ബ്ലൈൻഡ്. യെല്ലോ സ്പോട്ട് ആണെന്നുണ്ടെങ്കിൽ റെറ്റിനന്റെ മിഡിലാണ്. എന്താണ്, കോൺ സെൽസ് ആബ്സെന്റ് ആണ് അവിടെ. അതുകൊണ്ട് എന്താണ്, കോൺ സെൽസ് അബണ്ടന്റ് ആണ്. അതുകൊണ്ട് അവിടെ അതിനെ നമ്മൾ യെല്ലോ സ്പോട്ട് എന്ന് പറയാം. ഓക്കെ, പിന്നെയുള്ള മസ്കുലർ ആക്ടിവിറ്റി ആണ്. നമ്മുടെ കണ്ണില് പ്യൂപ്പിളില് സർക്കുലർ മസിൽസും ഉണ്ട്, റേഡിയൽ മസിൽസും ഉണ്ട്. സർക്കുലാറും റേഡിയലും. കണ്ണിക്കൊരു ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. കുത്തിയടിക്കരുത്, സൈഡിൽ നിന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ മാറുന്ന കാണാം. അത് നമ്മൾ പ്യൂപ്പിൾ ഡയലേറ്റ് ചെയ്യുന്നതാണ്. പ്യൂപ്പിൾ ഡയലേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന രണ്ടാൾക്കാരാണ് സർക്കുലർ മസിലും റേഡിയൽ മസിലും. പ്യൂപ്പിൾ എന്ന് പറയുന്ന അപ്പർച്ചർ സീൻ അറ്റ് ദ സെന്റർ ഓഫ് ദ ഐറിസ്. ഈ കാണുന്ന അപ്പർച്ചർ ആണ്. അതിന്റെ സൈസ് എന്ന് പറയുന്നത് 2 to 3 mm ആണ്. സൈസ് ഓഫ് ദ പ്യൂപ്പിൾ ഈസ് റെഗുലേറ്റഡ് ബൈ റേഡിയൽ മസിലും സർക്കുലർ മസിലും. ഇന്റൻസ് ലൈറ്റ്, നല്ല വെളിച്ചാകുമ്പോൾ സർക്കുലർ മസിൽ കൺട്രാക്ട് ചെയ്യും. നോർമൽ ലൈറ്റിൽ നോർമൽ ആയിട്ടിരിക്കുന്നു. ഡിം ലൈറ്റ് ആകുമ്പോൾ റേഡിയൽ മസിൽ കൺട്രാക്ട് ചെയ്യുന്നു. ഡിമ്മില് റേഡിയൽ മസില്, ലൈറ്റ് ഇന്റൻസില് സർക്കുലർ മസിൽ. ഓക്കെ, സർക്കുലർ CI അല്ലേ സർക്കുലർ മസിൽ. ഇന്റൻസ് ലൈറ്റില് കിട്ടില്ലേ, CI അവിടെ തന്നെ ഉണ്ട്. ഓക്കെ, അടുത്തത് പവർ ഓഫ് അക്കോമഡേഷൻ. ഇത് നമ്മൾ കാണാപ്പാടം പഠിക്കുന്ന സാധനമാണ്. ദ എബിലിറ്റി ഓഫ് ദ ഐ ടു ഫോക്കസ് ഇമേജസ് ഓഫ് ബോത്ത് നിയർ ആൻഡ് ഡിസ്റ്റന്റ് ഒബ്ജക്ട് ആക്യുറേറ്റ്ലി ഓൺ ദ റെറ്റിന. റെറ്റിനയില് എനിക്കൊന്നും പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ അവിടെ കണ്ണടച്ചിരിക്കുന്നത്. റെറ്റിനയില് എന്താണ്, ഇമേജിനെ ആക്യുറേറ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നതാണ് പവർ ഓഫ് അക്കോമഡേഷൻ. പറ്റില്ല എന്നല്ല, പലരുതും അത് പലമാതിരി ആയിരിക്കും. ഓക്കെ, ദിസ് ഈസ് അച്ചീവ്ഡ് ബൈ ചേഞ്ചിങ് കർവേച്ചർ ഓഫ് ദ ലെൻസ് ബൈ ദ ആക്ഷൻ. നമ്മുടെ സീലിയറി മസിലും ലെൻസിന്റെ കർവേച്ചറും ഒക്കെ എന്ത് ചെയ്യുന്നു, ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടാണിത് സംഭവിക്കുക. പവർ ഓഫ് അക്കോമഡേഷൻ ഒരു നോർമൽ റേഞ്ച് ഉണ്ട്. പലർക്കും അത് പ്രായത്തിനനുസരിച്ചും മറ്റധികം കണ്ടീഷൻസ് ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നതനുസരിച്ച് അത് മാറും പലർക്കും. ഓക്കെ, റെറ്റിന നമ്മളെ മെയിൻ ആയിട്ടുള്ള ആള്. റെറ്റിന അല്ലെങ്കിൽ നമുക്ക് കണ്ണ് കാണും. റെറ്റിനയിൽ ഇമേജ് വന്നില്ലെങ്കിൽ നമുക്ക് കണ്ണ് കാണൂല. ഓക്കെ, റെറ്റിനയില് മെയിൻ ആയിട്ട് നമുക്ക് പറയാനുള്ള റോഡ് സെൽസും ഉണ്ട്, കോൺ സെൽസും ഉണ്ട് റെറ്റിനയില്. അതിന്റെ ഇമേജ് ഞാൻ ആഡ് ചെയ്യാൻ മറന്നുപോയി. ടെക്സ്റ്റ് നോക്കി ഇമേജ് പഠിക്കുക. 2 ടൈപ്പ് സെൽസ് ഉണ്ട്, റോഡ് സെൽസും ഉണ്ട്, കോൺ സെൽസും ഉണ്ട്. ചിത്രത്തിൽ തന്നെ മനസ്സിലാവും, കോൺ സെൽസ് കോൺ ഷേപ്പിലായിരിക്കും. ഓക്കെ, റോഡ് സെൽസും കോൺ സെൽസും ഉണ്ട്. ഇവർ രണ്ടുപേരും ഓപ്സിൻ ആൻഡ് റെറ്റിനൽ പ്രോട്ടീൻ ആണ്. പിന്നെ വൈറ്റമിൻ A കൊണ്ടാണ് ഉണ്ടാകുന്നത്. വൈറ്റമിൻ A ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമുക്ക് വരുന്ന ഒരുപാട് കണ്ണ് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്നുണ്ട്. വൈറ്റമിൻ A ആണ്. റോഡ് സെൽസും കോൺ സെൽസും ആണ് റെറ്റിനയിൽ കാണപ്പെടുന്നത്. റോഡ് സെൽസ് റോഡ് ഷേപ്പ് ആയതുകൊണ്ട് സിലിണ്ട്രിക്കൽ ഷേപ്പ്, കോൺ സെൽസ് കോൺ ഷേപ്ഡ്. 9 കോടിയിൽ കൂടുതലുണ്ട് റോഡ്. മറ്റേത് 45 lakhs. റോഡ് സെൽസിൽ കാണപ്പെടുന്ന പിഗ്മെന്റ് ആണ് റോഡോപ്സിൻ. കോൺ സെൽസിൽ ഫോട്ടോപ്സിൻ. മറക്കരുത്, റോഡ് സെൽസിൽ പേര് തന്നെ ഉണ്ട് റോഡോപ്സിൻ. റോഡോപ്സിൻ. കോൺ സെൽസിൽ ഫോട്ടോപ്സിൻ. ഓർത്ത് വയ്ക്കാം, ചോദിക്കും പരീക്ഷയ്ക്ക്. കോൺ സെൽസ് തന്നെ എസ് കോൺ ഉണ്ട്, M കോൺ ഉണ്ട്, L കോൺ ഉണ്ട്. എസ് കോൺ എന്ന് പറഞ്ഞാൽ ബ്ലൂ ലൈറ്റ് ആണ്, അഥവാ ഷോർട്ട് വേവ് ലെങ്ത്. മറ്റേതൊരു മീഡിയം വേവ് ലെങ്ത്, മറ്റേത് ഹൈ വേവ് ലെങ്ത്. അങ്ങനെ എസ് കോൺ, M കോൺ, L കോൺ. ബ്ലൂ, ഗ്രീന്, റെഡ് വേവ് ലെങ്തിനനുസരിച്ച് വരുന്ന ലൈറ്റും മാറും. ഐ ഡിസോർഡർ ഉണ്ട്, ഷോർട്ട് സൈറ്റഡ്നെസ് ഉണ്ട്, ലോങ് സൈറ്റഡ്നെസ്, അങ്ങനെ ഒരുപാട് അസുഖങ്ങളുണ്ട്. ഇതൊക്കെ ഞങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ടെക്സ്റ്റിലുള്ള സാധനം ഫില്ല് ചെയ്ത് വെച്ചതാണ്. ഷോർട്ട് സൈറ്റഡ്നെസ് എന്ന് പറഞ്ഞാൽ ഐബോൾ എൻലാർജ് ആണ്. ഷോർട്ട് സൈറ്റഡ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അടുത്തുള്ളത് കാണാൻ പറ്റും, അകലുള്ളത് കാണാൻ
പറ്റില്ല. ഷോർട്ട് സൈറ്റഡ്നെസ്. സ്പെക്ടാക്കിൾസ് വിത്ത് കോൺകേവ് ലെൻസ് ഓർ കോണ്ടാക്ട് ലെൻസ് സർജറിയാണ് ഇത് ഷോർട്ട് സൈറ്റഡ്നെസ്. ലോങ് സൈറ്റഡ്നെസ് ആണെങ്കിൽ ഐബോൾ ഷോർട്ടർ ആണ്. അവിടെയും കണ്ണട കേവ് ഇവിടെ കോൺവെക്സ് ലെൻസ് അല്ലെങ്കിൽ കോണ്ടാക്ട് ലെൻസ് സർജറി. അസ്റ്റിഗ്മാറ്റിസം ഉണ്ട്. ഇറഗുലർ കർവേച്ചർ ഓഫ് കോർണിയോർ ലെൻസ് ആണ്. സിലിണ്ട്രിക്കൽ ലെൻസ് ആണ് ട്രീറ്റ്മെന്റ്. ലെൻസ് മാറ്റുക, കണ്ണട വെക്കുക. കാറ്ററാക്ട് ആണെങ്കിൽ നമ്മള് തിമിരം, ഐ ലെൻസ് ഒപ്പേക്ക് ആവും. ഇത് ട്രാൻസ്പെറന്റ് ആണ് ഇപ്പത്തെ നമ്മളെ ലെൻസ്. ഇത് ഒപ്പേക്ക് ആയാല് അതാണ് കാറ്ററാക്ട്. സർജിക്കൽ റിമൂവലും റീപ്ലേസ്മെന്റും ആണ്. തിമിരത്തിന് സർജറി ചെയ്യല്. പിന്നെ ഗ്ലൂക്കോമ ഉണ്ട്. ഫെയിലിയർ റീഅബ്സോർപ്ഷൻ ഓഫ് അക്വസ് ഹ്യൂമറിൽ ഉണ്ടാവുന്ന പ്രോബ്ലം, പ്രഷർ കൂടുന്നുണ്ട് നമ്മളെ കണ്ണില്, ഓപ്റ്റിക് നെർവ് ഡാമേജ് ആവുന്നതാണ്. പ്രഷർ കുറയ്ക്കാനുള്ള മരുന്ന് സർജറി ഒക്കെയാണ് ചെയ്യുക. കൺജങ്ക്ടിവൈറ്റിസ്, കണ്ണ് സൂക്കേട്, ഇൻഫെക്ഷൻ ഇൻ ദ കൺജങ്ക്ടൈവ, ആന്റിബയോട്ടിക് അല്ലെങ്കിൽ ആന്റിവൈറൽ ഐ ഡ്രോപ്പ് തരും. ഡയബറ്റിക് റെറ്റിനോപ്പതി ഉണ്ട്. ഡയബറ്റീസ് കൂടുതലാവുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നമാണ്. ലേസർ അല്ലെങ്കിൽ സർജറി അല്ലെങ്കിൽ ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യുക. നൈറ്റ് ബ്ലൈൻഡ്നെസ് ഉണ്ട്. രാത്രി കാലങ്ങളിൽ കണ്ണ് കാണാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവില്ല. നമ്മൾ ഈ ഡ്രൈവേഴ്സ് ടെസ്റ്റിനൊക്കെ കൊടുക്കുമ്പോൾ നൈറ്റ് ബ്ലൈൻഡ്നെസ് ഒക്കെ നോക്കും. വൈറ്റമിൻ എ കഴിച്ചില്ലെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നെസ് ഉണ്ടാവും, ലൈസൻസ് കിട്ടൂല. വൈറ്റമിൻ എ ഒക്കെ കഴിക്കുക നന്നായിട്ട്. വൈറ്റമിൻ എ സപ്ലിമെന്റ്സ്, വൈറ്റമിൻ എ റിച്ച് ഫുഡൊക്കെ കഴിക്കുക. സിറോഫ്താൽമിയ ഉണ്ട്. പ്രൊലോങ് ഡെഫിഷ്യൻസി വൈറ്റമിൻ എ. കുറേ കാലം വൈറ്റമിൻ എ ഇല്ല, ആദ്യം നമുക്ക് വരും നൈറ്റ് ബ്ലൈൻഡ്നെസ് ആയിരിക്കും. പിന്നെ കുറേ കാലം ഈ വൈറ്റമിൻ ഡെഫിഷ്യൻസി കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ വരുന്നതാണ് സിറോഫ്താൽമിയ. കോർണിയ ഒപ്പേക്ക് ആവുന്ന കണ്ടീഷനാണ്. അതായത് ഒപ്പേക്ക് ആവും, മറയും. വൈറ്റമിൻ എ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ന്യൂട്രീഷൻ, നന്നായി ഭക്ഷണം കഴിക്കുക, വൈറ്റമിൻ എ ഉള്ളത്. ഓക്കെ, അതൊക്കെയാണ് ഡിസീസസ്. ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അത്രേ ഉള്ളൂ ഐ. അടുത്തത് ഇയർ ആണ്. ഇയർ വളരെ സിമ്പിൾ ആണ്. ഐന്റെ അത്ര കോംപ്ലിക്കേറ്റഡ് അല്ലാത്തൊരു പാർട്ടാണ് ഇയർ. ഇയറിനെയും ഐന്റെ അതേപോലെ ഔട്ടർ, ഇന്നർ, മിഡിൽ എന്നുണ്ട്. ഔട്ടർ ഇയർ അവിടെ തന്നെ ഉണ്ട്. ഇതാണ് നമ്മൾ ഔട്ടർ ഇയർ. ആര്? ഇയാളെ പറയുന്ന പേരെന്താണ്? പിന്നെയുണ്ട്. പിന്നെ നമ്മൾ ചെവി തോണ്ടണ ഈ കനാല്, ഓഡിറ്ററി കനാല്, ഇതാണ് എന്ത്? ഔട്ടർ ഇയർ എന്ന് പറയുന്നത്. മിഡിൽ ഇയറിലുള്ളതാണ് ആരൊക്കെ? നമ്മളെ ടിംബാനം, ഇയറോസിക്കിൾസ് ആരൊക്കെയാ? മാലിയസ്, ഇൻഗസ്, സ്റ്റേപ്പിസ്. മിസ്സിലെ മാലിയസ്, ഇൻഗസ്, സ്റ്റേപ്പിസ് ഉണ്ട്. പിന്നെ ടിംബാനം, ഇയർ ഡ്രം, അതാണ് മിഡിൽ ഇയർ. ഓർത്ത് വെക്കട്ടോ. ഇന്നർ ഇയറിലാണ് വെസ്റ്റിബുലാർ നെർവ്, കോക്ലിയ, മറ്റേ ഒച്ചുമായിട്ടുള്ള ആള് കോക്ലിയ, യൂസ്റ്റേഷ്യൻ കനാലൊക്കെ ഇന്നർ ഇയറിലാണ്. ഓക്കെ, ഇയറിന്റെ എക്സ്റ്റേണൽ സ്ട്രക്ചർ ആണ് ഇതെന്ന് ഓർത്ത് വെക്കുക. നന്നായി നോക്കി ഡിറക്ട് ഇതാക്കാൻ പഠിക്കുക. ഇവിടെ നമ്മൾ ഓഡിറ്ററി കനാല്, ഇയാളുടെ പ്രത്യേകതയാണ് ഇവിടെ പറയാൻ പോണത്. എന്താണ്? പിന്നേന്നുള്ള സൗണ്ടില് എവിടുന്ന് വരുന്ന സൗണ്ട് ഇതിങ്ങോട്ട് കൊണ്ടുപോകുന്നു. ഡയറക്റ്റ് സൗണ്ട് വേവ് ടു ദ ടിംബാൻ. ഇതാണ് ടിംബാൻ. ഇവിടേക്ക് സൗണ്ട് വന്ന് തട്ടുമ്പോ ഇത് വറക്കണം, അങ്ങനെ നമുക്ക് ശബ്ദം കേൾക്കാം അല്ലെ. അപ്പൊ അങ്ങോട്ട് കൊണ്ടുവരുന്ന ആളാണ്. ടിംബാനത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആളാണ്. അതിനാണ് അത്ര വാക്സ് ഒക്കെ ഉള്ളത്. അതിനാണ് വല്ലാണ്ട് ചെവി ഇങ്ങനെ തോണ്ടി ടിംബാനൊക്കെ പൊട്ടും. ഓക്കെ, പിന്നെ ഹെയർ ഇൻസൈഡ് ദ ഓഡിറ്ററി കനാൽ. ഈ ഓഡിറ്ററി കനാലിൽ എന്തുണ്ട്? ഹെയർ ഉണ്ട് അല്ലേ, ഇയർ വാക്സ് ഉണ്ട്, സെബം ഉണ്ട്. ഇതൊക്കെ ഡസ്റ്റും ജേംസും ഒക്കെ ചെവിക്ക് കയറാതിരിക്കാനാണ്. ചെവിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഇയർ ഡ്രം അഥവാ ടിംബാൻ. ആ ടിംബാനത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആളാണ് ഇയാള്. അപ്പൊ ഈ വാക്സും ഇതൊക്കെ നമുക്ക് ആവശ്യത്തിനുള്ളതാണ്. ബഡ്സ് ഒന്നും ഇട്ട് കയറ്റാൻ പാടില്ല. അതൊന്നും ശരിക്കും നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതൊക്കെ നാച്ചുറലി നമ്മളെ ബോഡിയിൽ ഉണ്ടായിട്ട് പോണ ഒരു സാധനമാണ്. ഓക്കെ, അതൊക്കെ എന്താണ്? ഓഡിറ്ററി കനാലിന്റെ പ്രത്യേകതയാണെന്ന് ഓർത്ത് വെക്കുക. ഇതാണ് നമ്മളെ മിഡിൽ ഇയർ. മിഡിൽ ഇയറിൽ ഇയർ ഡ്രം ഉണ്ട്. ഇയറോസിക്കിൾസ് ഏതൊക്കെയാന്ന് ഓർത്ത് വെക്കുക. മാലിയസും, ഇൻഗസും, സ്റ്റേപ്പീസും ആണ്. ടിംബാനം, ഈ ടിംബാനം വൈബ്രേറ്റ് ചെയ്യുമ്പോൾ സൗണ്ട് വേവ്സ് അനുസരിച്ച് ടിംബാനം വൈബ്രേറ്റ് ചെയ്യും. ഈ ടിംബാനം അങ്ങനെ, ഈ സാധനം ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഈ ഇയറോസിക്കിൾസിൽ ആ വൈബ്രേഷൻ തട്ടും. അങ്ങനെയാണ് സൗണ്ട് ഇന്നർ ഇയർക്ക് പോവാ. ഓക്കെ, ഇത് മിഡിൽ ഇയർ ആണ്. ടിംബാനം ഇയർ ഡ്രമ്മിന് വിളിക്കുന്ന മറ്റൊരു പേരാണ് ടിംബാനം. 9 to 10 mm ഡയമീറ്റർ ആണ്. 0.1 mm തിക്നെസ് ആണ്. യൂസ്റ്റേഷ്യൻ കനാലിന്റെ പ്രത്യേകതയാണ് ഇവിടെ പറയുന്നത്. യൂസ്റ്റേഷ്യൻ കനാൽ 4 സെന്റിമീറ്റർ ലോങ് ആണ്. മിഡിൽ ഇയറിനെ ഫാരിങ്സ് ആയിട്ട് കണക്ട് ചെയ്യുന്ന ആളാണ്. നമ്മൾ ചവയ്ക്കുമ്പോ മൂക്ക് ചീറ്റുമ്പോഴൊക്കെ ഓപ്പൺ ആവുന്നുണ്ട് യൂസ്റ്റേഷ്യൻ കനാല്. ഹെൽപ്പ് ടു ബാലൻസ് ദ പ്രഷർ ഓൺ ബോയ്. ഈ ടിംബാനത്തിന്റെ സൈഡിൽ പ്രഷർ ഇങ്ങനെ അടിച്ച് ചെവി കേൾവി നഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതെന്താണ്? ഇങ്ങനെ വരുമ്പോ അത്രയും ഹൈ പ്രഷറാണ് ചെവിയിലേക്ക് വരുന്നത്. അതൊക്കെ അത് ഇങ്ങനെ അടിച്ച് നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ലാതെ അവിടെയുള്ള പ്രഷർ ഈ ടിംബാനത്തിന്റെ അകത്തും പുറത്തും രണ്ട് സൈഡിലുള്ള പ്രഷർ കൺട്രോൾ ചെയ്യുന്ന ആളൊക്കെ യൂസ്റ്റേഷ്യൻ കനാലാണ്.
ഫ്ലോ ഓഫ് മ്യൂക്കസ് ആൻഡ് ഫ്ലൂയിഡ്സ് ഫ്രം മിഡിൽ ഇയറിന്ന് ഫാരിങ്സിക്ക് മ്യൂക്കസും ഫ്ലൂയിഡ്സും ഒക്കെ പോകാൻ സഹായിക്കുന്നത് യൂസ്റ്റേഷ്യൻ കനാലാണ്. യൂസ്റ്റേഷ്യൻ കനാലിന്റെ പ്രത്യേകതയും പഠിക്കുക, ടിമ്പാനത്തിന്റെ പ്രത്യേകതയും പഠിക്കുക. പ്രത്യേകത അല്ല, ടിമ്പാനത്തിന് മറ്റൊരു പേരാണ് ഇയർ ഡ്രം എന്നൊക്കെ ഓർത്ത് വെക്കുക. സെൻസ് ഓഫ് ഹിയറിംഗ് ഉണ്ട് അടുത്തത്. സെൻസ് ഓഫ് ഹിയറിംഗ് എവിടെയാണ്? ഇതൊക്കെ പാടെ ഉള്ളിക്ക് ആദ്യം എന്താ സംഭവിക്കുന്നത്? സൗണ്ട് വേവ്സ് പിന്നെ വഴി ഓഡിറ്ററി കനാൽ, പിന്നെ വഴി ഓഡിറ്ററി കനാൽ വഴി ടിമ്പാനം ഇയർ ഡ്രമ്മിക്ക് എത്തുന്നു. ടിമ്പാനം വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ആര് വൈബ്രേറ്റ് ചെയ്യും? ഇയർ ഓസിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യും, അഥവാ മാലിയസ് ഇൻഗസ്റ്റേപ്പീസ്. അത് പിന്നെ എത്തുന്നത് ഈ ഓവൽ വിൻഡോയിലാണ്. കണ്ടോ അവിടുന്ന് ഇതുണ്ടോ ഇയറോസിക്കിൾസ് ആണ് ഈ കാണുന്നത്. ഇത് ഇയറോസിക്കിൾസ് ആണ്, ആ മൂന്നാൾക്കാര്. അത് നേരെ ഓവൽ വിൻഡോനെ വൈബ്രേറ്റ് ചെയ്യുന്നു. ഓവൽ വിൻഡോ എന്നത് നേരെ നമ്മൾ റൗണ്ട് വിൻഡോയിലേക്ക് എത്തുന്നു. ഇതിലൂടെ പോയി ഇങ്ങനെ വന്ന് ഇതുണ്ടോ ഈ സാധനം ഇങ്ങനെ പോയി ഇങ്ങനെ വന്ന് നമ്മൾ റൗണ്ട് വിൻഡോയിലെത്തി. റൗണ്ട് വിൻഡോയിൽ നിന്ന് ഇവിടെ ഒരു ബേസിലാർ മെംബ്രെയിൻ ഒക്കെ ഉണ്ട്. ബേസിലാർ മെംബ്രെയിൻ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഓർഗൻ ഓഫ് കോർട്ടായി ഉണ്ട്. നമ്മളെ കോക്ലിയന്റെ ഉള്ളിലുള്ള ഓർഗൻ ഓഫ് കോർട്ടൈക്ക് വൈബ്രേഷൻ സംഭവിക്കുന്നുണ്ട്. ഇമ്പൾസ് ഇൻ ദ ഒപ്റ്റിക് നെർവ്, ഒപ്റ്റിക് നെർവിക്ക് കൊണ്ടുപോകും. ഒരു ഒച്ച കേട്ടിട്ടുണ്ട്, ഒപ്റ്റിക് നെർവിക്ക് കൊണ്ടുപോകുന്നു. പിന്നെ ലാസ്റ്റ് വൺ ആണ് സെൻസ് ഓഫ് ഹിയറിംഗ് എന്ന് പറയും. സെൻസ് ഓഫ് ഹിയറിംഗ്, സെൻസ് ഓഫ് ഹിയറിംഗ് ശരിക്കും എഴുതണം. ഓക്കെ, ലാസ്റ്റ് സംഭവിക്കുന്നതാണ് ഇതൊരു ഇങ്ങനെ തന്നെഴുതണേ. ലാസ്റ്റ് സംഭവിക്കുന്നതാണ് സെൻസ് ഓഫ് ഹിയറിംഗ്. അപ്പൊ നമ്മള് ഇവിടെ മെയിൻ ആയിട്ട് നമ്മൾ ഒന്ന് സമ്മറൈസ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ വെസ്റ്റിബുലാർ സിസ്റ്റത്തില് സെമി സർക്കുലാർ കനാലും വെസ്റ്റിബ്യൂൾ അഥവാ യൂറിക്കിള് സാക്യൂള്, യൂട്രിക്കിള് സാക്യൂള്, ഇതൊന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, ഇവരാണ് വെസ്റ്റിബുലാർ സിസ്റ്റം ആണ് എന്തിനു സഹായിക്കുന്ന, ബോഡി ബാലൻസ് സഹായിക്കുന്ന വെസ്റ്റിബുലാർ സിസ്റ്റത്തിലുള്ള ആൾക്കാരാണ് സെമി സർക്കുലാർ കനാല്, വെസ്റ്റിബ്യൂള്, വെസ്റ്റിബ്യൂളിലുള്ള യൂട്രിക്കിളും സാക്യൂളും. ജസ്റ്റ് ചിത്രമൊക്കെ ഒന്ന് നോക്കി വെക്കുക, ചിലപ്പോൾ വന്നാൽ നമുക്ക് അറിയണമല്ലോ. അപ്പൊ ജസ്റ്റ് ആ പിക്ചറൊക്കെ ഒന്ന് നോക്കി വെക്കാം. ഇവരെല്ലാരും കൂടെ ലീനിയർ മൂവ്മെന്റും റൊട്ടേഷണൽ മൂവ്മെന്റും കൺട്രോൾ ചെയ്യുന്നു. ബ്രെയിനിലേക്ക് എത്തിയിട്ട് ബ്രെയിൻ ആണ് എല്ലാം കൂടെ പ്രോസസ് ചെയ്യുന്ന ആളെന്ന് ഓർക്കാം. ഓക്കെ, അങ്ങനെയാണ് ബോഡി ബാലൻസ്. എൻഡോലിംഫിനെ കൂടെ ഓർക്കാം. ഓക്കെ, സെമി സർക്കുലർ കനാലിലുള്ള എൻഡോലിംഫ് വർക്ക്. അപ്പൊ ഇത്രയും കാര്യം പഠിച്ചു വെക്കാം. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് ഇയറും ഐയും ഇത്രയേ ഉള്ളൂ. ഇതെന്ത് ചെയ്യാം, ഓർത്ത് പഠിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ ഇയർ ആൻഡ് ഐ പോർഷൻ ആണ് നമ്മൾ ഇന്ന് കവർ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ അറിയിക്കാം. നമ്മൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് റിപ്ലൈ തരും. അപ്പോൾ എക്സാം ആണ്, നന്നായി പഠിക്കുക. 3rd ചാപ്റ്റർ ആണെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്ത് നോക്കാതിരിക്കരുത്. ഐന്ന് ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളതാണ്. ഐന്റെ സ്ട്രക്ചർ നന്നായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.